ഫാൻസ് ഡെഫിനറ്റ്ലി പറയും ഈ പടം ഏറ്റവും നല്ല പടമാണ്. ഈ പൃഥ്വിരാജിന്റെ ഹേറ്റേഴ്സ് പറയും ഇത് ഒട്ടും കൊള്ളാത്ത പടമാണ്. ഇതിന്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓഡിയൻസിന് ഇത് ഡെഫിനറ്റ്ലി ഒരു അബവ് ആവറേജ് ടു നല്ല ഒരു കമേഴ്ഷ്യൽ ഓണം സിനിമയാണ്. അതായത് ഒരു ടെംപ്ലേറ്റ് മൂവിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ സ്റ്റണ്ട്സും മ്യൂസിക്കും നല്ലൊരു കഥയും നല്ല ഇമോഷൻസും റിവെഞ്ചും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഒരു പാക്ഡ് ആയിട്ട് ഒരു ടെംപ്ലേറ്റ് മൂവിയാണ്. അതുകൊണ്ട് ഫാൻസ് പറയുന്ന അത്രയും തള്ള് നിങ്ങൾ കേൾക്കണ്ട, ഹേറ്റേഴ്സ് പറയുന്ന ആ ഒരു ഹേറ്ററും നിങ്ങൾ എടുക്കണ്ട. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാസ് കമേഴ്ഷ്യൽ മസാല മൂവീസ് ഇഷ്ടമാണെങ്കിൽ, ഹീറോനെ നല്ല ഹീറോയിക് ആയിട്ട് കാണിക്കുന്ന സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, അയനോബിഡി ആണെങ്കിലും വിലായത്ത് ബുദ്ധി ആണെങ്കിലും പള്ളിച്ചട്ടമ്പി ആണെങ്കിലും, ഞാൻ പൃഥ്വിരാജിനെ ഒരുപാട് എന്റെ റിവ്യൂസിൽ പൃഥ്വിരാജ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കര ഓവർ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പൃഥ്വിരാജ് ആക്ട് ചെയ്തേക്കുന്നത്. അതിനൊപ്പം തന്നെ ചമൻ ചാക്കോന്റെ എഡിറ്റിംഗും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും പിന്നെ വൈശാഖിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. അവരത് വളരെ മോഡറേറ്റ് ചെയ്ത് പുള്ളിയുടെ ഓവർ ആവേണ്ട ഭാഗങ്ങളിൽ അത് ഓവർ ആക്കാതെ അതിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതിനെ വളരെ വൃത്തിക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഖലീഫ എന്താണോ നിങ്ങൾ ട്രെയിലറിൽ കണ്ടത് അത് തന്നെയാണ് നിങ്ങൾക്ക് സിനിമയായിട്ട് കിട്ടുന്നത്. ഒരു പൊട്ടിക്ക് കൂടുതൽ ഒരു പൊട്ടിക്ക് കുറവ് കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു പൊടിക്ക് കൂടുതൽ കിട്ടുമായിരിക്കും. അത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ്. ക്ലൈമാക്സിൽ എനിക്കൊന്ന് ഇപ്പൊ തന്നെ ഓൾറെഡി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ആരാണ് ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നതെന്നൊക്കെ. പക്ഷെ അതെന്തായാലും ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നില്ല. ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. സൗബിൻ സാഹിറിനെ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കറിയാം ആരാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ല വരുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ച ആളല്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ വന്നത്. ഞാൻ പ്രതീക്ഷിച്ച ആളും അല്ല വന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത വേറൊരാളും കൂടെ വന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇന്റർനെറ്റിൽ പുറത്തു വരും. ഫസ്റ്റ് ഡേ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി സർക്കുലേറ്റഡ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സർപ്രൈസ് എലിമെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കിക്ക് ഫാക്ടറാണ്. എനിക്ക് ക്ലൈമാക്സിലെ ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ആൾ വന്നപ്പോൾ എനിക്ക് നല്ലൊരു കിക്ക് കിട്ടിയായിരുന്നു. ഞാൻ എന്റെ കാശിനുള്ള വസൂലായെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ആ ഗസ്റ്റ് അപ്പിയറൻസ് കണ്ടപ്പോഴാണ്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ. ഒരു കമേഴ്ഷ്യൽ പടമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനോ അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ഇത് ഓണത്തിന് നമുക്ക് നല്ല ഫാമിലി ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി ഈ പടം റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിനകത്ത് സ്വർണ്ണക്കടത്തും നമ്മുടെ പഴയ പിണറായി വിജയൻ സർക്കാരിൽ നടന്ന ഒരുപാട് അഴിമതികളൊക്കെ ചെറിയ രീതിയിൽ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വപ്നയ്ക്ക് ഒരു ചെറിയ ഗസ്ട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പൊ എന്തുകൊണ്ടും ഓണത്തിന് ഇപ്പൊ ബെഥൽഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ അത്ര മികച്ച അഭിപ്രായം അല്ല വരുന്നെങ്കിൽ ഖലീഫ തന്നെയായിരിക്കും മലയാളത്തിൽ നിന്ന് ഈ ഓണത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന വിന്നർ. നിങ്ങളൊരു പൃഥ്വിരാജ് ഹേറ്റർ അല്ലെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓണ സിനിമ. മാറ്റ് ആൻഡ് റേറ്റിംഗ് ഫോർ ഖലീഫ ഇസ് 7.5 ഔട്ട് ഓഫ് 10. പിന്നെ ദിലീപിന്റെ റൺവേ ദിലീപിന് എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഖലീഫ പൃഥ്വിരാജിന്. കാരണം അവിടെ സ്പിരിറ്റ് കടത്താണെങ്കിൽ ഇവിടെ സ്വർണ്ണക്കടത്താണ്. കഥയുടെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ വാളയാറും ലോറികളൊക്കെ ആണെങ്കിൽ ഇവിടെ ദുബായും ലണ്ടനും ഫ്ലൈറ്റുകളും എയർപോർട്ടും കസ്റ്റംസ് ഒക്കെയാണ്. ഒരു അയനും റൺവേ ഒക്കെ കൂടെ ഒരു മലയാളി മലബാർ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പടമാണ് ഖലീഫ, വിത്ത് സം സർപ്രൈസിങ് ഗസ്റ്റ് അപ്പിയറൻസസ് ദാറ്റ് ഹാവ് എലിവേറ്റഡ് ദ മൂവി ഡെഫിനറ്റ്ലി. എനിക്ക് പിന്നെ പറയാം.